ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതായും ഇസ്രായേലി വിമാനങ്ങൾ തുർക്കിയുടെ വ്യോമപാത ഉപയോഗിക്കുന്നത് തടയാൻ തീരുമാനിച്ചതായും തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഫിദാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തുർക്കിയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിലും ഗസ വിഷയം കത്തി നിന്നതോടുകൂടി അതിൽ കുറേ അലോസരങ്ങൾ ഉണ്ടായി. തുർക്കി ഇടയ്ക്കിടെ ശക്തമായ രീതിയിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇസ്രായേലിൻ്റെ നടപടിയെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുകയും ഗസ പിടിച്ചടക്കാനുള്ള ഇസ്രായേലിൻ്റെ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്ത് വരികയുമുണ്ടായി. യഥാർത്ഥത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1949 ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി. അതിനുശേഷം 1990 വരെ ആ ബന്ധം തുടരുകയും 90-ൽ അത് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ AK പാർട്ടിയുടെ നേതൃത്വത്തിൽ എർദോവാൻ അധികാരത്തിൽ എത്തിയതോടുകൂടിയാണ് ആ ബന്ധങ്ങളിൽ ഇടയ്ക്കിടെ ചില ശക്തമായ വിയോജിപ്പുകൾ ഉണ്ടായി തുടങ്ങിയത്. വിശിഷ്യ ഫലസ്തീൻ ഇഷ്യൂവിലാണത്. പക്ഷെ എങ്കിലും തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം തുടരുന്നതാണ് നമ്മൾ കണ്ടത്. 2010 ഗസയിലേക്ക് അത്യാവശ്യ മാനുഷിക സഹായവുമായി പുറപ്പെട്ട മാവി മർമറ എന്ന ടർക്കിഷ് കപ്പൽ ഇസ്രായേലി കമാൻഡോകൾ തടയുകയും 10 തുർക്കി നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം വലിയ വിവാദമുണ്ടാക്കി. അതിനെ തുടർന്ന് തുർക്കി ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഒടുവിൽ നെതന്യാഹു ഖേദപ്രകടനം നടത്തിയ ശേഷം മാത്രമാണ് ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ 2023 ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച വംശഹത്യ യുദ്ധത്തിൽ ഇടയ്ക്കിടെ പ്രസ്താവന നടത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു വളരെ കോൺക്രീറ്റായ ഒരു നടപടിയും തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. 2023 മാത്രം $700 ബില്യൺ വ്യാപാരമാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തീരുമാനം അതിശക്തമായൊരു നടപടിയായിട്ട് നമുക്ക് കാണേണ്ടി വരും. പക്ഷെ എങ്കിലും പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ ചാനലുമായുള്ള അഭിമുഖത്തിൽ 1915 നടന്ന അർമീനിയ കൂട്ടക്കൊലയിൽ തുർക്കിയക്ക് പങ്കുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞതാണ് കാരണമെന്ന ഒരു വാർത്തയും പ്രചരിക്കുന്നുണ്ട്. ഏതായാലും തുർക്കിയുടെ നടപടി ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാം.